വൃഷഭ എന്നല്ല, ഇതിന് ശരിക്കും പറഞ്ഞത് ഇതൊരു ഡ്രാമയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു ബാലയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രത്തോളം മോശപ്പെട്ട ഒരു സിനിമയായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ലാലേട്ടന് ഇവരോട് ഒരു കോസ്റ്റ്യൂമെങ്കിലും ചോദിക്കാൻ പാടില്ലേ? ഒരു നടനല്ലേ, നമ്മുടെ സൂപ്പർ സ്റ്റാറല്ലേ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു നടനല്ലേ, ഒരു നല്ലൊരു കോസ്റ്റ്യൂമെങ്കിലും ചോദിച്ച് മേടിക്കാൻ പറ്റില്ലേ? അവരെന്തെങ്കിലും പറയുമോ പുള്ളിയെ? അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഇത്രയും നല്ലൊരു നടനെ നമ്മുടെ ഒരു 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 പയ്യൻ ഇതിനകത്ത് അഭിനയിക്കുന്ന പയ്യൻ ചെകിട്ടത്തൊക്കെ അടിക്കുകയാണ്. നമ്മുടെ നായകനെ സൂപ്പർ സ്റ്റാറിനെയൊക്കെ എവിടെയോ കിടക്കുന്ന ഒരു വെട്ടാവളയും ചെറുക്കം പിടിച്ചിട്ട് തല്ലുകയാണ്. അവരുടെയൊക്കെ നാട്ടിൽ നടക്കും ഇങ്ങനെയൊക്കെ. എന്തിനാ ഇങ്ങനെ പടത്തിൽ പോയി അഭിനയിക്കുന്നത്? എല്ലാ പടവും ഇത് തന്നെയാണ്. ഇത് ആറാട്ട് സിനിമയില്ലേ, ആറാടുക എന്ന് പറഞ്ഞാൽ ശരിക്കും ആറാട്ട് സിനിമ ഒരു ദൈവഭക്തിയും കൂടെ മിക്സ് ചെയ്തെടുത്തുള്ള ഒരു സിനിമയാണിത്. അതല്ല വലിയ സിനിമയൊന്നുമല്ല. ഇത് ട്രോൾ മഴ കിട്ടും, ലാലേട്ടനെ തൂത്തുവാരും. അത് മാത്രമല്ല 2025 നിങ്ങളൊന്ന് ആലോചിക്കുക, ഏറ്റവും നല്ല വർഷം നമുക്ക് തന്ന, ഏറ്റവും ഹിറ്റ് തന്ന നടനാണ് ലാലേട്ടൻ. 2025 അവസാന നിമിഷം കൊണ്ടൊന്ന് ഈ വെള്ളം കോരിയിട്ട് കലവട്ട് ഉടയ്ക്കുന്ന ഒരു അവസ്ഥയായി വളരെ മോശമായിട്ട് എനിക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല. കാരണം അത്ര മോശമാണ് സിനിമ. ഒരു ബിഗ് ബഡ്ജറ്റും ഇല്ല ഇതിനൊന്നും, ഒരു ബഡ്ജറ്റും ഇല്ല. ഇത് ഗ്രാഫിക്സാണ് ഫുള്ള്. 150 പേര് വെച്ചിട്ട് സിനിമ ചെയ്തിട്ട് ബിഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടല്ല. ഇതെല്ലാം പ്രൊഡ്യൂസർമാരൊക്കെ അഭിനയിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഒരു നല്ലൊരു നായികയെങ്കിലും കൊടുക്കാൻ പാടില്ല ലാലേട്ടന്. എത്രയോ നമ്മളെ മലയാളികളെ എത്രയോ നല്ല നടീ നടന്മാരുടെ ഇടയിൽ കിടന്ന് അഭിനയിക്കുന്ന ഒരു നടനല്ല ലാലേട്ടൻ. നല്ലൊരു നടിയെങ്കിലും ചോദിച്ചു മേടിക്കാൻ പാടില്ല. അതും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റോറി എന്താണ്? ആറാട്ട് സിനിമയില്ലേ, അതിൽ കുറച്ച് ദൈവഭക്തിയും കൂടെ ആഡ് ചെയ്തു, അത്രേ ഉള്ളൂ. ആറാട്ട് സിനിമ നിങ്ങൾ കണ്ടു, ആറാട്ട് സിനിമ അല്ലത്. എൻ്റെ ഫൈറ്റിനെ സംബന്ധിച്ച് ഫൈറ്റ് നമുക്കറിയാമല്ലോ. ലാലേട്ടൻ്റെ ഫൈറ്റ് എപ്പോഴും നല്ല മികച്ച ഫൈറ്റ് തന്നെ. അത് ഏത് ഭാഷയിൽ പോയാലും ഫൈറ്റ് അടിപൊളി തന്നെ ആയിരിക്കും. അത് ഇതിനകത്തും ഉണ്ട്, ഫൈറ്റും ഉണ്ട്. ഇതിനകത്തില്ലാന്നൊന്നും ഞാൻ പറയണില്ല, ഫൈറ്റൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ ലാലേട്ടനെ കുറച്ച് അവകാശങ്ങളൊക്കെ ചോദിച്ചു മേടിക്കാൻ പാടില്ലേ? അദ്ദേഹത്തിന് അതിനുള്ള ഫ്രീഡം ഇല്ലേ? അദ്ദേഹം ഇത്ര വലിയ ഒരു പാനിൻ്റെ നടൻ തന്നെയാണ് ലാലേട്ടൻ. അപ്പോൾ അവകാശങ്ങൾ ചോദിച്ചു മേടിക്കണം, നല്ല കോസ്റ്റ്യൂം സജഷൻ ചെയ്യണം. ഇതിനൊക്കെയുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? ആരെങ്കിലും എന്തെങ്കിലും പറയുമോ? അദ്ദേഹത്തിനെ ചോദിച്ച് മേടിക്കണം, കിട്ടാത്തത് ചോദിച്ച് മേടിക്കണം. അങ്ങനെയാണ് പറ്റുള്ളൂ. അങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്താൽ മതി. അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാനുള്ള നടനാണ് ലാലേട്ടൻ. രണ്ട് കാലഘട്ടം ഒന്നുമില്ല. എല്ലാ കാലഘട്ടവും ഞാൻ പറഞ്ഞില്ല, ആറാട്ട് സിനിമ ദൈവഭക്തി മിക്സ് ചെയ്ത സിനിമ, അത്രേ ഉള്ളൂ. അതാണ്. വേറെ ഒരു കാലഘട്ടം 150 പേരെ വെച്ചിട്ട് ഒരു സിനിമ വലിയൊരു രാജഭരണത്തിൽ എങ്ങനെ എടുക്കും? ആകെ 150 പേരേ ഉള്ളൂ. നിങ്ങൾ ആ ക്രൗഡൊക്കെ നിങ്ങൾ സിനിമ കണ്ടാൽ മനസ്സിലാവും. ബാക്കി എല്ലാം ഗ്രാഫിക്സാണ്. ഒരു കുതിരപ്പുറത്തൊക്കെ പോകുന്ന ഫുള്ള് ഗ്രാഫിക്സ്. ബാഹുബലി പോലെ മൊത്തം ചിത്രീകരിച്ചിരിക്കുന്ന ഗ്രാഫിക്സ്. നമുക്ക് സിനിമ തുടങ്ങി ഗ്രാഫിക്സിലേക്കാണ് കയറി പോകണം. അപ്പം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. മനുഷ്യനെന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയായിട്ട് ഗ്രാഫിക്സാണ്. ഈ ക്രിസ്മസ് ലാലേട്ടൻ നമുക്ക് ഒരുപാട് സമ്മാനം 25 തന്നതാണ്. 25ൻ്റെ അവസാനം നമ്മളെ വിഷമിപ്പിക്കുകയും ചെയ്തു. 25 തീർന്നത് തന്നെ നല്ലത്. ഇത് 26ൻ്റെ തുടക്കത്തിൽ ഇടായിരുന്നതും കാര്യമായി പടം. അതെ അതെ, ഞാനത് പറയാതിരിക്കുകയാണ്. കാരണം ഞാനാണ് എപ്പോഴും അശ്വന്ത് കോക്കിനെതിരെ പറയുന്ന ഒരാൾ. എപ്പോഴും സംസാരിക്കുന്നത് ഞാനാണ് അശ്വന്ത് കോക്കിനെതിരെ. പക്ഷേ ഇത് അശ്വന്ത് കോക്കിന് വേണ്ടി ലാസ്റ്റ് ഒരു ലാലേട്ടൻ ട്രിബ്യൂട്ടാന്ന് പറഞ്ഞ അങ്ങനെ നമുക്ക് സമാധാനിക്കാം. ഓയ്യോ, ഇന്ന് കൊക്കിന് ഇന്ന് തൂത്ത് ചകരയായിരിക്കും. കൊക്കുന്ന അന്ന് ആവരാധം പറഞ്ഞ് കൊല്ലും, അത് ഉറപ്പിച്ചോ. ആ, നശിപ്പിച്ചോളാം. ഇന്ന് ശരിക്കും കോസ്റ്റ്യൂമൊക്കെ ഇട്ടായിരിക്കും വരാൻ പോണേ. അയാളിന്ന് തകർക്കും. ഒരു പാനിൻ്റെ ദുരന്തമാണ് സിനിമ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രൊമോഷൻ പോലും ചെയ്തില്ല സിനിമ. തിയേറ്ററിൽ പ്രൊമോഷൻ ചെയ്തില്ല, ഇത് ഒരു ചാനലുകളിൽ പ്രൊമോഷൻ ചെയ്തിട്ടില്ല. അപ്പം തന്നെ മനസ്സിലായില്ലേ ഇത് എന്തുകൊണ്ടാണ് അവർ ചെയ്യാമെന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പം അവർക്ക് തന്നെ അറിയാം ഈ സിനിമ എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളത്. ഇപ്പം ഇതിലുമൊക്കെ ഇതിൻ്റെ 5 ഇരട്ടി പടമാണ് ബബ്ബ. ഇതിൻ്റെ 5 ഇരട്ടി പടമാണ്. അപ്പം തന്നെ മനസ്സിലായില്ലേ ഇതിൻ്റെ 5 ഇരട്ടി പടമാണ് ബബ്ബ എന്ന് പറയുന്ന പടം. അത് നമുക്ക് കണ്ടെങ്കിലിരിക്കാം. ഇതങ്ങനെയല്ല. ഇത് എന്തിങ്ങനെ അഭിനയിക്കുന്ന എന്തിനാ പുള്ളി പോയി എനിക്ക് മനസ്സിലാവില്ല. അന്ന് ആലോചിച്ച് നോക്കി, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമൊക്കെ മേടിച്ച ഒരു നടനാണ് ലാലേട്ടൻ. അവകാശങ്ങൾ ചോദിച്ചു മേടിക്കാം. ഇന്ത്യയിൽ മൂല്യമുള്ള നടനാണ് ലാലേട്ടൻ. അവകാശങ്ങൾ, കോസ്റ്റ്യൂമൊക്കെ സജഷൻ തന്നെ ചെയ്യണം. എനിക്ക് ഇന്ന കോസ്റ്റ്യൂം കിട്ടണം, നിർബന്ധം പറയണം, ഇന്ന സ്ക്രിപ്റ്റ് ചെയ്യണം. അത് പൈസയ്ക്ക് വേണ്ടിയാണോയെങ്കിൽ എനിക്കറിയില്ല. ഞാൻ അങ്ങനെയല്ല ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആ ഒരു അർത്ഥത്തിലല്ല. ലാലേട്ടൻ്റെ കട്ട ഫാനാണ് ഞാൻ. ഇവിടെ എല്ലാവരും ലാലേട്ടനെ കുറിച്ച് പല വിമർശനങ്ങൾ നടത്തുമ്പോഴും ലാലേട്ടനെ അന്നും ഇന്നും അനുകൂലം പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങൾക്ക് പല റിവ്യൂകൾ കണ്ടാലും മനസ്സിലാവും. ലാലേട്ടൻ്റെ കൂടെ നിന്ന് ഞാൻ റിവ്യൂ കൊടുത്തിട്ടുള്ള ആളാണ്. ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടം പോലും മോശമാണെന്ന് പലരും പറയുമ്പോഴും ഞാൻ ലാലേട്ടനെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അത്രയും സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്ക് അത്രയും ബഹുമാനമുള്ള ഒരു നടനാണ്. പക്ഷേ ലാലേട്ടന് ഇങ്ങനെ ഇങ്ങനെയുള്ള സിനിമകളിൽ പോയൊന്നും അഭിനയിക്കാൻ പാടില്ല. കാരണം നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബഹുമാനം ഉണ്ടല്ലോ നമുക്ക്.
തെലുങ്ക് ഇൻഡസ്ട്രിയിൽ അവരുടെ ഒരു നടൻ്റെ അവർക്കൊരു സ്നേഹമില്ലേ, നമുക്കൊരു വാത്സല്യമുണ്ട്, നമ്മളൊരു സഹോദരൻ തന്നെയാണ് പുള്ളി തീർച്ചയായിട്ടും. നമ്മളെ ബാലയെയൊക്കെ തല്ലാൻ സമ്മതിക്കുമോ അവരാരെങ്കിലും? അല്ല, സമ്മതിക്കുമോ? ബാലയെയൊക്കെ തൊടാൻ സമ്മതിക്കുമോ? അവർ തൊട്ടാൽ തിയേറ്റർ കത്തും. പക്ഷേ കേരളത്തിൽ പിന്നെ അങ്ങനെയുള്ള ഭ്രാന്തന്മാരും ഇല്ലാത്തതുകൊണ്ട് തിയേറ്റർ കത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ലാലേട്ടൻ്റെ ഒക്കെ ചെകിട്ടത്തടിക്കുമ്പോഴൊക്കെ അങ്ങനെ അടി കൊള്ളാൻ നിന്ന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വലിയ മനസ്സായിരിക്കും. പക്ഷെ സിനിമയിൽ അതില്ല. സിനിമയിൽ പ്രേക്ഷകനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മളെ വിഷമിപ്പിക്കേണ്ട. അങ്ങനെ ലാലേട്ടൻ അങ്ങനെ അടി കൊള്ളുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നുണ്ട്. അത് വലിയ ബുദ്ധിമുട്ടാണ്.